ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയോ? കുട്ടനാട് ഫിഷ് കറിയാണ് നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുട്ടനാട് ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മാത്രമേ ഫിഷ് കറി കുട്ടനാട് ഉണ്ടാക്കുകയുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് പല ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൽ എമംഗ് വൺ അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള നിത്യമുള്ള സാധനങ്ങൾ തന്നെ എടുക്കുന്നുള്ളൂ. അതെന്നാക്കിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കറി ആയതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിലേ ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഉലുവ, ഒരു സവാള നല്ലതായിട്ട് വഴറ്റണം, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, എരിവ് കണക്കാക്കി പച്ചമുളകാന്നേ. മീനിലിടാനുള്ള പൊടി എന്ന് പറഞ്ഞേച്ച് നമുക്ക് കിട്ടും, അതാ ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നേ. ഇപ്പം ഇത് കണ്ടേച്ച് പേടിക്കണ്ട, ഇതില്ലാന്ന് വെച്ചോ. ഇതില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ചേരുവകൾ എന്നാന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കടുക്, കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പൊടികളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ സമത്തിൽ ചേർത്തേക്കുന്നതൊരു പൊടിയാന്നു ഈ ഫിഷ് പൗഡർ എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കാൻ കിട്ടുന്നത്. ഇത് നമ്മൾ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു 10 കാര്യം നമ്മുടെ മീൻകറിയിലോട്ട് കുറേശ്ശെ ചേർത്ത് വെച്ചാലും മതി. അതിന് നല്ല സെയിം ടേസ്റ്റ് തന്നെ വരും. എളുപ്പത്തിനാന്നു നമ്മൾ ഈ ഫിഷ് പൗഡർ മേടിക്കുന്നത്. കഴിയുന്നത് മേടിക്കാതെ നമ്മൾ ഈ പറഞ്ഞ കൂട്ടാതെ തന്നെ ചേർക്കുന്ന ഏറ്റവും രുചി. പിന്നെ വേണ്ടിയത് ഒരു 1/2 കപ്പ് തേങ്ങ തിരുവിയതാന്നേ. പിന്നെ ഇതിന് വേണ്ടിയത് കുടംപുളിയാണ്. ഇവിടെ ഞാൻ മേടിച്ചേക്കുന്ന നെമ്മീനാന്നു, ഇതല്ല ഏത് മീനാന്നേലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, നമുക്ക് കുറച്ച് കടുക് വേണമേ. പിന്നെ കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളിയാന്നു ഇത്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറേ കറിവേപ്പില. അതിനൊരു കണക്കൊന്നുമില്ല. ഇതെല്ലാം ഇട്ടാലും നമ്മളൊരു കാര്യം ഇട്ടില്ലെങ്കിൽ ഈ കറിക്ക് ഒന്നും ഒരു സ്വാദം ഉണ്ടാവുകയില്ല. നമുക്ക് വേണ്ടിയത് കുറച്ച് ഉപ്പ്, ഇത്രേ ഇതിനകത്ത് ആവശ്യമുള്ളൂ. പക്ഷേ ഈ മീൻകറി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് തന്നെ എളുപ്പമുള്ളൊരു കാര്യമല്ലേന്ന്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യണമെന്നറിയോ? തേങ്ങ ഒന്ന് വറുക്കണം. തേങ്ങ വറുക്കാന്ന് വെച്ചാൽ വറുത്തരച്ച് തീയൽ വറുക്കുന്ന കൂട്ട് അങ്ങ് വറുത്തേക്കല്ല. എന്നാൽ തേങ്ങ കുറച്ച് മൊരിയേം വേണം, അത്രേ ഉള്ളൂ. അന്നേരം എന്നാ പറയുക, ഒരു ലേശം ഒരു ബ്രൗൺ ആവുമല്ലേ, ആ കണക്ക്. പച്ച പോകാനും പാടില്ല, എന്നാൽ ഇച്ചിരി തേങ്ങ മൊരിയേം വേണം. ആ കണക്കിനൊന്ന് മുരിച്ചെടുക്കണേ. അതെ, തേങ്ങ വറുക്കാന്ന് പറയാം, തീയൽ കൂട്ടല്ല കേട്ടോ. പിന്നകത്തോട്ട് ഞാൻ ആ തേങ്ങ അങ്ങ് ഇടുക. പിന്നെ നമ്മൾ ഇടുന്ന ആ തേങ്ങ എത്രയാണെന്നോ എന്നുള്ളത് 1/2 കപ്പ് ഇട്ടാൽ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് 1/4 കപ്പേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മീൻകറിക്ക് ഗ്രേവി എന്തോരം വേണം അതനുസരിച്ച് നമ്മൾ അതിനെ തേങ്ങ ഇട്ടേച്ചാൽ മതി. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വറുത്ത തേങ്ങ ഒന്ന് അരച്ചെന്ന് വെച്ചു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് മീൻകറിയിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ മീൻകറിക്ക് ആവശ്യമുള്ള ഇട്ടേച്ച് ബാക്കി നേരെ അങ്ങ് ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. ഞാൻ എൻ്റെ എന്നാ പറയുക, തേങ്ങ ഇച്ചിരി മൂപ്പിച്ചിട്ടുണ്ട്. നോക്കി, ഇത് ഇച്ചിരി ഒന്ന് മൂത്തിട്ടുണ്ട്, അല്ലാത്തൊക്കെ ഇച്ചിരി ആ വെളുത്ത് നിറഞ്ഞ് തന്നെ കിടപ്പുണ്ട്. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ അറിയാലോ, ഞാനൊരു 2-3 തണ്ട് ഈ പറഞ്ഞ കൂട്ടുകാർ കറിവേപ്പില ഇതിനകത്തോട്ടൊന്ന് ഇടും. അന്നേച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഇതും ഒരു 2-3 എണ്ണത്തിൻ്റെ അരിഞ്ഞതാണ്. ഇതൊരു 2 എണ്ണം അരിഞ്ഞതാണ്. ഇതെല്ലാം വട്ടത്തിൽ അരിഞ്ഞേക്കുക. അന്നേരം അതും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് മൂപ്പിച്ചേച്ച് നമുക്ക് അരയ്ക്കാനായിട്ട് വെക്കാവേ. അന്നേരം ഉണ്ടല്ലോ നല്ലൊരു സ്വാദ് വരും. ഇപ്പം തന്നെ ആ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു മണമാണ് തേങ്ങയ്ക്കകത്തോട്ട് ഇട്ടപ്പം. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നേച്ച് ഞാനങ്ങ് ഓഫ് ചെയ്യുക. ഇത് ചീനച്ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. കാര്യം എന്നാണെന്നറിയാമോ, ഇതൊന്ന് ഇച്ചിരി ആ ചൂടോടുകൂടി കുറച്ചുകൂടി ഒന്ന് മൂക്കും. അപ്പോൾ ഇത് അതിനകത്ത് തന്നെ ഇരുന്നേച്ച് ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പം ആറുകയും ചെയ്യും, അതിൻ്റെ കൂടെ അത് മൂക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമുക്കതൊന്ന് അരയ്ക്കാനായിട്ടുള്ളത് തണുക്കുകയും ചെയ്യും. ഈ 3 കാര്യവും കൂടി ഇതിനകത്ത് നടക്കുവേ. അതുകൊണ്ട് അത് ഇച്ചിരി നേരം അവിടെ അങ്ങ് ഇരുന്നോട്ടെ. ഇനി അതിനെ ഉപദ്രവിക്കേണ്ട. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി കടുക് ഇടുക.
കടുക് ആദ്യമേ ഇട്ടു. സാധാരണ നമ്മൾ മീൻ കറിക്ക് കടുക് ഇട്ട് ആദ്യമേ വറുത്ത് എടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ലാസ്റ്റ് കടുക് വറുത്തൊഴിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ആദ്യമേ മീൻകറിക്ക് ഇച്ചിരി കടുകും ഉലുവായും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിയേച്ച് നമ്മൾ ബാക്കി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദുണ്ട്. പക്ഷേ ഈ ഒരു താളിക്കൽ മാത്രം പോരാ. ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്നു വെച്ചാൽ ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് ഒന്നുകൂടി ഒന്ന് വറുത്തിടുവേ, എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് വരത്തുള്ളൂ. പക്ഷേ ഈ കടുക് പൊട്ടാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അത് വേറെ കാര്യം. കാരണം കടുകും ഉലുവായും കൂടി ഒന്ന് പൊട്ടിയാലേ അതിൻ്റെ ടേസ്റ്റ് അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ഉലുവായ്ക്ക് കണക്കില്ല, ഒത്തിരി ഒന്നും ഇടരുത്, ഒരു 3-4 എണ്ണം ഇടാവുള്ളൂ. ഉലുവ എന്നാന്നറിയാമോ, ഒത്തിരി അങ്ങ് ഇട്ടേച്ചാൽ അതിനകത്ത് ഒരു കയ്പ്പ് വരുവേ, അത് വേണ്ട. അതുകൊണ്ട് തന്നെ എന്നാൽ മീനിന് ഉലുവ ഇല്ലെങ്കിൽ സ്വാദില്ലെന്നും പറയും. അതുകൊണ്ട് അത് രണ്ടും ചേർത്തോണം. പിന്നെ നമ്മുടെ അടുക്കയിരിക്കുന്ന ചീനച്ചട്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂപ്പായിരിക്കുമല്ല, തേങ്ങയ്ക്ക് കുറച്ചുകൂടെ ഇച്ചിരി അങ്ങ് മൂത്ത് പോകും. നമ്മൾ ഇത്രയും ഇന്നെടുത്തേക്കുന്ന കറി ആയതുകൊണ്ട് മീൻ എടുത്തേക്കുന്ന അളവിനാന്നേല ഇതിൻ്റെ ഒരു എന്നാ പറയുക 3/4 തേങ്ങ മതിയാവും. പക്ഷേ നമ്മൾ മൊത്തം അരയ്ക്കും. എന്നാന്നറിയോ, ചിലപ്പോൾ എങ്ങാനും തികയാതെ വന്നാൽ പിന്നെ മെനക്കേടല്ലേ, മിക്സി കഴുകാനും അല്ലെങ്കിൽ ഒന്നുകൂടെ അരയ്ക്കാനും ഒക്കെ പറയുക, എന്നാലും വലിയ പ്രയാസമാണ്. അതിലും ഭേദം നമ്മളങ്ങ് അരച്ചിടുക. പിന്നെ നാളത്തേക്ക് ഒരു തീയലാന്നേൽ ഇത്ര എന്തായാലും ബാക്കി വരുന്ന തേങ്ങ എന്തായാലും പോരാതെ വരും. അതുകൊണ്ട് എന്നാ ചെയ്യണം, മൂപ്പിക്കുന്ന തേങ്ങ കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചേച്ചാൽ മതി, ഒരു വ്യത്യാസവും വരികയില്ല. നമ്മൾ ഇനിയിപ്പോൾ സ്ത്രീകൾ എന്നാ തട്ടിപ്പ് അടുക്കളയെ കാണിച്ചാലും ഉണ്ടല്ലോ, നമ്മൾ വേറൊരാളോട് പറയരുത്, അയ്യോ ഇന്നലത്തെ തേങ്ങ പകുതി ആയതാ ഞാൻ ഇന്നിട്ടേന്ന് പറഞ്ഞാൽ ഒട്ടനെ കറിക്ക് എന്നേലും കുറ്റം കണ്ടുപിടിക്കും. അതിലും ഭേദം മിണ്ടാതെ കാര്യം നടത്തണം, അതാണ് ഏറ്റവും നല്ലത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ, ഈ ഉള്ളി അങ്ങ് ഇട്ടേക്കണേ. ഉള്ളി ഇട്ടേച്ച് ഉള്ളി നല്ലതായിട്ട് മൂക്കണം, വാടിയാൽ പോരാ, നല്ലതായിട്ട് മൂക്കണം. എന്നാന്നോ ഇതിനകത്ത് മതിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം, ഇത് രണ്ടിലേതായാലും ഇടാം. ഇടുന്നത് ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും. ഞാനൊരു കാര്യം ചെയ്യാം, എന്നായാലും ഞാൻ ഇച്ചിരി സവാളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇടാവേ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആക്കണ്ട, നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇട്ടാൽ ഏറ്റവും ടേസ്റ്റ്. സവാള ഒരുപാട് ഇട്ടാലുണ്ടല്ലോ ഇച്ചിരി മധുരിക്കും. ബേസിക്കലി ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടാൽ മധുരിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉള്ളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. അതുകൊണ്ട് ചെറിയ സവാള എടുത്തേച്ചാൽ മതി. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ് ഇടേണ്ടത്. പക്ഷെ ഞാനൊരു 3-4 ഇല ഇപ്പം ഇടത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ഇഞ്ചിയും കൂടി ഇടാം. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ടു. ടീസ്പൂൺ കണക്കാണേ. ഇനിയുള്ള ഇച്ചിരി ഒന്ന് ഉള്ളി നല്ലതായിട്ടൊന്ന് വാടി എന്നാ പറയുക, ഒന്ന് വെന്ത് നല്ലതായിട്ടൊന്ന് ചുരുങ്ങുകയല്ലേ, അന്നേരം വരെ ഒന്ന് വഴറ്റണം. ഇതിവിടെ കിടന്നൊന്ന് വഴലട്ടെ. ഇതിവിടെ നിന്ന് വഴുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം, അതാ എളുപ്പം. അപ്പം നമ്മുടെ 2 കാര്യവും നടക്കും, നേരവും പോവുകയില്ല. ശരിക്കും പറഞ്ഞാൽ തേങ്ങ ഉണ്ടല്ലോ ചുമ്മാ അങ്ങ് അരച്ചെടുത്തേക്കരുത്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിന് വലിയ എന്നാ പറയുക, ഒത്തിരി അളവൊന്നുമില്ല, നമ്മൾ ഇട്ടതിൻ്റെ അത്രയും കൂടിയില്ല. അന്നേരം അത് അരച്ചെടുക്കുമ്പോൾ ഇച്ചിരിയെ കാണും. പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ, തേങ്ങയുടെ മൂപ്പ് പോലെ ഇരിക്കും നമ്മൾ കറി വെക്കുന്നതിൻ്റെ കറിയുടെ നിറം. അതായത് നമുക്ക് ഒരുപാട് കറുപ്പിച്ചിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ നല്ലതായിട്ട് മൂക്കണം. ഇതിപ്പോൾ അതല്ല, നമുക്കൊരു എന്നാ പറയുക, ഓറഞ്ചും റെഡും എന്നാൽ ബ്രൗൺ ആയിരിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ തരത്തിൽ മൂപ്പിച്ചാൽ മതി. നല്ലോണം തേങ്ങ മൂപ്പിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു തീയലിൻ്റെ ഒരു ടേസ്റ്റ് വന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് മൂപ്പിക്കാത്തത്. ഇനിയിപ്പം ഇതിനകത്തോട്ട്, അതായത് നമ്മുടെ ചട്ടിക്കകത്തോട്ട് പച്ചമുളക് കീറി വെച്ചേക്കുമല്ലേ, അത് നമ്മുടെ എരിവിന് കണക്കാക്കി ചേർത്തോണേ. ചില സമയം നമുക്ക് കിട്ടുന്ന പച്ചമുളക് ആണെങ്കിലും നല്ല എരിവുള്ള കൂട്ടത്തിലായിരിക്കും, ചില സമയത്താണെങ്കിൽ എരിവ് ഇല്ലാത്തതുപോലെ ആയിരിക്കും. നമുക്ക് അറിയാമല്ലോ, ആദ്യത്തെ എടുക്കുമ്പോൾ തന്നെ അറിയാം
അത് കണക്കാക്കി വേണം പച്ചമുളക് ചേർക്കാൻ. ഇത് പോരാ, ഇച്ചിരിയും കൂടി അരയാനുണ്ടേ. നല്ല മഷി പോലെ അതങ്ങോട്ട് അരഞ്ഞോട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാന്നറിയോ, നല്ലതായിട്ട് മൂത്തെന്ന് പറഞ്ഞാൽ ബ്രൗൺ നിറത്തിലാവുന്നല്ല പറഞ്ഞേ. നമ്മളിട്ട ഉള്ളി ഒന്ന് ചുരുങ്ങിയായിരുന്നേ. ആ ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫിഷ് പൗഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ സാധനം നമുക്ക് ചേർക്കണം. ഈ എണ്ണയെ കിടന്നൊന്ന് മൂക്കണം. ഒരു ഓൾമോസ്റ്റ് ടീസ്പൂൺ, ഒരു 4 ടീസ്പൂൺസോളം ഇട്ടു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, അയ്യോ ഈ മീൻകറിക്ക് എന്നാ പറയുക, എന്നാ എരിവായിരിക്കുമെന്നേ. ഓ ഇല്ല, എന്നാന്നോ, ആ തേങ്ങായും കൂടി അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് ആ എരിവെല്ലാം തേങ്ങയെ പിടിച്ച് മീനയിലും ഒക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റും എരിവും എല്ലാം മാറും. പച്ച ചൊവയോ അങ്ങനെ ഒന്നും വരികയില്ല. പക്ഷേ ഈ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പൊടി ഒന്ന് മൂത്ത അതിനകത്ത് എണ്ണയൊന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വരണം. ഇപ്പം എന്നാ പറയുക, എണ്ണ തെളിഞ്ഞു, ആ പൊടി അങ്ങ് മൂത്തു. കാര്യം നമ്മുടെ ചട്ടി നല്ല ചൂടായിരിക്കുമല്ലേ, അപ്പം അതിനകത്ത് നേരം പോവുകയില്ല. ഇതിനകത്തോട്ട് പുളി ചേർക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചേർക്കുക. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചേർക്കാനല്ല ഞാൻ പറയുന്നത്. ചില പുളിക്കാന്നേൽ ഭയങ്കര പുളിയായിരിക്കും, അല്ലാത്ത പുളിക്ക് പുളിയില്ലാത്തതുകൊണ്ട് അതനുസരിച്ച് വേണം ചേർക്കാൻ. ഇതും അതിൻ്റെ കൂട്ടത്തിലുള്ള ഇച്ചിരി വെള്ളവും. പിന്നെ ഒന്ന് മീൻ തിളച്ചേച്ച് വേണമെന്ന് തോന്നുവാന്നേ നമുക്ക് ചേർത്തേച്ചാൽ മതി. പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അല്ലേ തന്നെ നമ്മളൊരു കറി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ആ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് വലിയ പ്രയാസമാണ്. എന്നെ സംബന്ധിച്ചോളം ഒത്തിരി ഉണ്ടേ. ഇതിനകത്ത് തന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പിടുക. ഇനി ഇതാ ചെറിയ തീയലിരുന്ന് ഒന്ന് തിളച്ച് അതിൻ്റെ ആ എണ്ണയൊന്ന് വരട്ടെ. ഇതിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ചു. ഇനി ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഇപ്പം നമ്മൾ ആ മസാല എല്ലാം ചേർത്തേച്ച് എണ്ണ നല്ലോണം തെളിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നോക്കിയേ, ഈ മസാല നോക്കിയേ, നമ്മൾ തേങ്ങായും അതുപോലെ മൂപ്പിച്ചാൽ ഇതേ നിറം തന്നെ കിട്ടും, അതിനൊരു വ്യത്യാസവും വരികയില്ല. അപ്പോൾ അതിനൊരു ചെറിയ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഒരു ലേശം മൂപ്പിച്ചത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഒരു അര കപ്പോളം എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ തേങ്ങയ്ക്ക് അത് ഫുൾ ചേർക്കേണ്ടി വരും. ഇനി ഇതിനകത്തോട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ആ മീനും എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് തിക്ക് ഗ്രേവി ആവത്തുള്ളൂ. ഈ സമയത്ത് ഇതിനൊരു ഇച്ചിരി എന്നാ പറയുക, ഒരു എരിവോ പുളിയോ ഉപ്പോ എന്നേലും വേണം. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത ആ മസാല കൂട്ട് ഒന്ന് കുറഞ്ഞു പോയെന്ന് വെച്ചോ, ഇത് ചേർക്കേണ്ട പറ്റിയ സമയം ഇപ്പോഴാണ്. ഞാൻ ചുമ്മാ അങ്ങ് ഇട്ടേക്കല്ല, നമ്മൾ ചെയ്ത കൂട്ട് എണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിക്കണ്ട. അല്ലാതെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചേച്ച് ആ പൊടി ഒന്ന് ഇച്ചിരി മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മൂത്തേക്കുക. അന്നേരം ഇതിൻ്റെ ഒരു പച്ചച്ചോവയുണ്ടല്ലോ നമ്മുടെ കറിയേൽ വരും. അതിലും ഭേദം നമുക്ക് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറിയേച്ച് നല്ലൊരു മീൻകറിയാവും. അല്ല ഭയങ്കര വ്യത്യാസം വരുവേ. അതുകൊണ്ട് ഇപ്പം ഈ സമയത്ത് ചേർത്തോണം. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞ് പ്ലീസ് ഞാൻ ഒരു ഇച്ചിരിയും കൂടി ഇട്ടോട്ടെ. ഇതിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. പക്ഷെ എന്നാലും മീൻകറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയും കൂടി ഇട്ട്, കറിവേപ്പിലയുടെ മട കൂടെ നമ്മൾ മീൻ എടുത്തിടുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. മീൻ ഇട്ട് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എനിക്ക് എന്നാന്നറിയാവോ, ചട്ടി ഇട്ടൊന്ന് വട്ടം ചുറ്റാൻ അത്ര കൈവാക്ക് പോരാ. എന്തായാലും ഇത്രയും വെള്ളം പോരാ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കുക. ഇതെന്നാത്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആ
മീനിനകത്ത് നിന്ന് ഒരു ഇച്ചിരി വെള്ളം വരും, അത് വേറെ. എന്നാലും നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും ഒരു എന്നാ പറയുക, ഒരു ഇച്ചിരി ഒരു സുഖം വരണ്ടായോ, അതിന് വേണ്ടി ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താൽ മതി. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ആ മീനിന് എന്നാ ഗ്രേവി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ടെൻഷൻ പിടിക്കേണ്ട പരിപാടിയൊന്നുമില്ല. പിന്നെ മീനിട്ട് വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, മീൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും ചെറിയ സിമ്മേലേ ഇടാവുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കനൽ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എഫക്റ്റ് എന്തായാലും കിട്ടുകയില്ല, പക്ഷെ എന്നാലും ആ ചെറിയ സിമ്മേ കിടന്ന് മീൻ തിളച്ച് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒഴിച്ചൊന്ന് കഴിക്കുവാന്നേലോ എന്നോ ടേസ്റ്റാണെന്നറിയോ. ആ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വരണം. ഇപ്പം ഞാൻ ആവശ്യമുള്ള വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. ഇനി എന്നാണെന്നറിയാവോ, നമുക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. പക്ഷേ മാക്സിമം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് ഈ കറിയുടെ ഏറ്റവും സ്വാദ്. ഇപ്പം നമ്മൾ ആ ഗ്രേവി ഒന്നും ഇച്ചിരി ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് പെട്ടെന്നൊന്ന് അടി പിടിച്ചാൽ എന്നാ എടുക്കും, തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വരുന്ന നേരം നമ്മൾ മിക്ക വീട്ടമ്മമാരും എന്നാ ചെയ്യുന്നത്, തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വന്നൊന്നും വെച്ച് ആരും കറി വെക്കുകയല്ല, അടുപ്പയിൽ അങ്ങോട്ട് മീൻ വെച്ചേച്ചേ തേങ്ങാപ്പാൽ എടുക്കാൻ പോകത്തുള്ളൂ. ആ സമയം കൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് പോകുന്നതായിരിക്കും ബുദ്ധിയെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുവാന്ന് വെച്ചു, അന്നേച്ച് എന്നാ ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള പാല് ഇതിനകത്തോട്ട് ഒഴിക്കണം. അതായത് നമ്മുടെ ഗ്രേവി എന്തോരം വേണം അത് നമുക്ക് കണക്കാക്കി ഒഴിക്കുക. ചോറിനാണെങ്കിൽ അങ്ങനെ, അതല്ല കപ്പയ്ക്കാന്നേലും അങ്ങനെ, ഏതാ നമ്മുടെ ഏതം അത് നമുക്ക് ആവശ്യം എത്രയെന്ന് വെച്ചാൽ അത് കണക്കാക്കി നമ്മൾ ഇതിനകത്ത് ചേർത്തോണേ. പിന്നെ തേങ്ങാപ്പാൽ ഏറ്റവും രുചിയുള്ള സാധനം തന്നെയാണ്. അതിനിപ്പോൾ എത്ര ചേർത്താലും ഭയങ്കര ടേസ്റ്റുമാണ് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. തിളച്ച് വാങ്ങാറാവുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, എന്നാന്ന് വെച്ചാൽ കടുക് വറുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം. അതായത് കടുക് നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് കടുക് ഇനി വറുക്കരുത്. അതിന് പകരം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ ഒരു 5-6 കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടേച്ച് ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഇടുക. പച്ച കറിവേപ്പിലയല്ല ചെയ്യേണ്ടത്, മൂപ്പിച്ചേച്ച് വേണം ഇടാൻ. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി പെർഫെക്റ്റാണ്. നമ്മുടെ കുട്ടനാട് ഫിഷ് കറി ഇവിടെ നല്ല എന്നാ പറയുക, ആ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ ആ തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങുന്നതും കൂടെ ഉള്ളൊരു എണ്ണ മാത്രമേ ഉള്ളൂ, നല്ല സ്പൈസിയാണ്.